ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ആലപ്പുഴ ബീച്ചിൽ വന്നേക്കുവാണ്. അപ്പോൾ ബീച്ചിൽ വന്ന വിശേഷങ്ങൾ, അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ചിൽ മറൈൻ വേൾഡ് അറിയാലോ എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതും കൂടെ കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഈ കടലിൻ്റെ അടിത്തട്ടിലെ അത്ഭുത കാഴ്ചകൾ കാണാൻ നമുക്കൊന്ന് പോയാലോ? മായാലോകം തീർത്ത കാണാ കാഴ്ചകളാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂട്ടത്തിലേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നുപോലെ കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലെത്തി. എന്നിട്ട് വേണ്ട നമ്മൾ നേരെ നടന്ന് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പുറത്തെ കുറച്ച് കാഴ്ചകളൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് വരാം. ഇവിടെ ചെന്നപ്പോഴേ നല്ല ആളായിരുന്നു കേട്ടോ. ഞങ്ങൾ അവധി ദിവസമാണ് ചെന്നത്. അപ്പം നല്ല ആളുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മക്കളുമായിട്ടൊക്കെ പോകാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു സ്റ്റാച്ചു ഒക്കെ കണ്ടോ? അപ്പം ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. അപ്പം ഇതിങ്ങനെ അനങ്ങുന്ന ടൈപ്പ് പോലത്തെയാണ് കേട്ടോ, അല്ലാതെ ചുമ്മാതെ ഇങ്ങനെ ഉള്ളതല്ല. ഒരു ഇതിങ്ങനെ ഒരു അനങ്ങുന്ന പോലെ. ഇതൊക്കെ കാണുമ്പം കുഞ്ഞുങ്ങൾ ഓർക്കും ഇത് ഒറിജിനലായിരിക്കും, ജീവനോടെ ഉള്ളതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. അതുപോലാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്കിനി നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകാം. അങ്ങനെ വേണ്ട ടിക്കറ്റൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ക്യൂവിലോട്ട് പോകണം. അപ്പോൾ ക്യൂവിലോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ കപ്പലിൻ്റെ ഇത് കണ്ടപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞൊന്ന് കാണിച്ചതാണ്. അത് കുറേ നാളായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട ഞങ്ങൾ ക്യൂവിൽ കയറി ഒരു 5 മിനിറ്റ് നിന്നേ ഉള്ളൂ. അപ്പോഴത്തേനും അവർ സ്റ്റാർട്ട് ചെയ്തു, എല്ലാവരും കയറാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങൾ നേരെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അകത്തോട്ട് പൊക്കത്തോട്ട് ഇങ്ങനെ കയറി നേരെ താഴോട്ട് വന്നിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനാണ് ആളിൻ്റെ ഒരു ഇത് കണ്ടത്. നമ്മൾ ആ ക്യൂ നിന്നപ്പോൾ ഇത്രയോ ആൾ പ്രതീക്ഷിച്ചു, പക്ഷേ ഉള്ളിലോട്ട് ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ അവധി ദിവസമല്ലായിരുന്നു. അപ്പം ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോഴത്തേന് വേണ്ട അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്ത് അവരവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോയൊന്നും എടുക്കാൻ പോയില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഫോട്ടോ എടുത്തില്ല. പിന്നെ അവിടെ ഒരു റോക്കറ്റിൻ്റെ ഒരു സ്റ്റാച്ചുവും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളെ ഒക്കെ അറിയാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ഇതൊക്കെ കാണിച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. പിന്നെ നേരെ വരുന്നത് നമ്മൾ ഒരു വർണ്ണ കാഴ്ചകൾ തീർത്ത ഒരു മനോഹരമായ ഒരു എന്താ പറയുക, ഒരു സൂമിലേക്കെന്നു പറയാം എന്ന് പറയുന്ന പോലാണ്. ഒരുപാട് മൃഗങ്ങളുടെ ആണ് ഉള്ളത് ഇവിടെ. അപ്പം മക്കൾക്ക് ഇപ്പം മൃഗശാലയിലൊന്നും പോയിക്കൊണ്ട് നേരിട്ട് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ അവർക്ക് ഒരുപാട് സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ അവർ ഓർക്കും ഇതൊക്കെ ഒറിജിനലാണോ എന്നൊക്കെ അവർക്ക് തോന്നിപ്പോവും. അതുപോലൊക്കെയാണ് അത് ഇവരവിടെ കാഴ്ച ഒരുക്കി വെച്ചേക്കുന്നത്. കാടുകളുടെ ഇടയിലൂടെ പോകുന്ന പോലെ കുറേ പച്ചിലകൾ ഒരിതുപോലൊക്കെ വെച്ച് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ വലിയവർക്ക് ഇതിലോട്ട് കയറുമ്പോൾ നമ്മുടെ സകല ടെൻഷനുകളും എല്ലാം മാറി നമ്മളെല്ലാം മറന്ന് ഇതെല്ലാം കണ്ടു പോകുന്ന ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ ഇനി ഇതിനകത്തോട്ട് കയറുമ്പോഴേ. പിന്നെ ആദ്യം നല്ല തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സൈഡ് ചേർന്ന് പോയപ്പോഴാണ് കുറച്ചും കൂടെയൊക്കെ നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ സൈഡ് ചേർന്ന് പോകുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പോകത്തുള്ളൂ. കാരണം എല്ലാവരും വീഡിയോയും എടുത്തും ഫോട്ടോയും എടുത്തും കണ്ട് ആസ്വദിച്ച് പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇതിലേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലേ പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ഇങ്ങോട്ട് മാറി നിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്നെല്ലാം കണ്ട് പെട്ടെന്ന് അങ്ങ് പോകും. അങ്ങനല്ലല്ലോ, നമ്മൾ കാണാൻ വരുമ്പോൾ നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് വേണ്ടേ പോകാൻ. മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും എന്നൊക്കെ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടിയിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാവും. ഒരു സൂമിൽ പോയതിൻ്റെ ഒരു അനുഭൂതി അവർക്കും കിട്ടും. സ്കൂളിലൊക്കെ ചെന്ന് അവർക്കും പറയാമല്ലോ, ഞങ്ങൾ സൂമിൽ പോയി ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു എന്നൊക്കെ അവർക്കും പറയാമല്ലോ. അപ്പോൾ അവരെ ഇതെല്ലാം ഓരോന്ന് കാണിച്ചു കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഇതങ്ങോട്ട് ക്യൂ അങ്ങോട്ട് നീങ്ങുന്നില്ല. ആളുകൾ അങ്ങ് അവിടെ തന്നെ നിന്നങ്ങ് എടുക്കുന്ന ഒരിതായി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ടൊക്കെ പോയി. എന്നിട്ട് പിന്നെ അടുത്ത ക്യൂവിലോട്ട് കയറി. അങ്ങനെയാണ് സൈഡ് ചേർന്ന് പോയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ കുറച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി.
ഒറിജിനലായിട്ട് തോന്നിക്കൊക്കെ രീതിയിൽ ആ വായൊക്കെ ഒന്ന് അനക്കുന്ന പോലൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കിത് ഒറിജിനലാണോ എന്ന് തോന്നിപ്പോകും. നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഓർത്ത് അവർ ചോദിക്കുകയും ചെയ്തു, അമ്മ ഇത് ഒറിജിനലാണോ, അച്ഛാ ഇത് ഒറിജിനലാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു ഒറിജിനലല്ല, ആ ഒരു സൗണ്ടോടെ ആ ഒരു ഇതോടെ കാണിക്കുന്നതാന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. പിന്നെ ഇതിലൊക്കെ ജസ്റ്റ് ഒന്ന് തൊടാൻ പറ്റും കേട്ടോ, ഉള്ളിലോട്ടുള്ളതൊന്നും തൊടാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് ആനയുടെ തുമ്പിക്കൈ പോലെ ഇതുപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് തൊടിയിക്കുന്നുണ്ട്. അതൊക്കെ തൊടുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഇത് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. കൂട്ടത്തിൽ നമുക്കും സന്തോഷമാവും. പക്ഷേ എന്തായാലും നല്ല ആളായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മുടെ നാട്ടിലിങ്ങനെ വരുമ്പം നമ്മളിത് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ ഇതല്ലേ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന തിരുവല്ലയിലാണെങ്കിലും ഞാനും ആലപ്പുഴക്കാരി തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ വീട്. പിന്നെ എൻ്റെ അനിയത്തി കെട്ടിച്ചതും ആലപ്പുഴയിലാണ്. അപ്പം ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിൽ എപ്പം വന്നാലും ഞങ്ങൾ ബീച്ചിൽ പോവുക ഒരു പതിവുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ വേണ്ട ആ കാഴ്ചകൾ കഴിഞ്ഞ് വേണ്ട നല്ല വർണ്ണ കാഴ്ചകളിലേക്ക് പോവുകയാണേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് വന്നപ്പോഴാണ് ദേ കണ്ടോ ഒരാൾ ഇതിനകത്തുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ടാറ്റ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ആധികാരികമായിട്ട് പറഞ്ഞു തരാമൊന്നും എനിക്കറിയത്തൊന്നുമില്ല. അറിയാവുന്ന പോലെയുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് പറ്റുന്ന പോലെയൊക്കെ. പിന്നെ അറിയാവുന്ന പോലെയൊക്കെ പറയുക. നല്ല ആളാണ് കണ്ടോ, ഒരുപാട് ആളുണ്ട്. പക്ഷേ ചെറിയ ചൂടൊക്കെ തോന്നിക്കുന്നുണ്ട്. എന്നാലും ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ആ ചൂടും അങ്ങ് മറന്നു പോകും. അപ്പം രണ്ടിതിലും ഓരോ ആൾ വീതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു മീനെയൊക്കെ കാണുമ്പോഴും വലിയ മീനെ കാണുമ്പോഴും നമുക്ക് പേരോട്ടും കേട്ടിട്ടില്ലാത്തല്ല, നമ്മൾ കണ്ടിട്ടൂട്ടും ഇല്ലാത്ത മീനുകളൊക്കെയാണ് ഇതിലുള്ളത്. കായലിലും ഉള്ള മീനുകളുണ്ടെന്നാണ് പറയുന്നത്. കായലിലും കടലിലും എല്ലാം കൂടെ ചേർന്നുള്ള നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത മീനുകളാണ് ഇതിലുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കാഴ്ചകളൊക്കെ കാണാനും തന്നെ. കുറേ നേരം നമ്മളിതൊക്കെ കണ്ട് ഇവിടെ നിന്ന് പോവും. പക്ഷേ അത് അവധി ദിവസം ആയതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അധികം നേരം നിൽക്കല്ലേ, നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് മാറണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വർക്കിംഗ് ഡേ പോവുകയാണെങ്കിൽ ഇത്രയും എനിക്ക് തോന്നുന്നില്ല ഇത്രയും തിരക്ക് കാണുമോ അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആസ്വദിച്ച് കുറേ നേരമൊക്കെ നിന്നൊക്കെ അങ്ങനെ വേണേൽ പോകാം. പക്ഷെ ഞങ്ങൾ അവധി ദിവസം പോയതുകൊണ്ട് ഇത് കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട്, ഇടാൻ നേരം കിട്ടാഞ്ഞതുകൊണ്ട് ഇടാഞ്ഞതായിരുന്നു. അപ്പം നല്ലൊരു അനുഭൂതിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ, ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ അല്ലാതെ ഉള്ള ചെറിയ ചെറിയ ഇത് കണ്ടിട്ടുണ്ടെന്നല്ല, ഇത്രയും വലിയ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ജീവിതത്തിലൊരു അനുഭവം തന്നെയല്ലേ ഇങ്ങനെയുള്ള കാഴ്ചകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം കുറച്ച് നേരം അധികം എനിക്ക് തോന്നുന്നു ഒരു ടിക്കറ്റിന് 110 രൂപ മറ്റോ, അങ്ങനെ 110 120 തോന്നുന്നു, 120 മറ്റോ ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ വരുമ്പം പോയിന്ന് കാണുന്നത് അത് കുഞ്ഞുങ്ങൾക്കും അതൊരു ഒരുപാട് സന്തോഷമല്ലേ. അങ്ങനെ വേണ്ട ഞങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുഞ്ഞു മീനുകൾ, അതായത് പല വർണ്ണത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഭാഗത്ത് ഉള്ളതെല്ലാം വലിയ വലിയ മീനുകളാണ് കേട്ടോ. വലിയ മീനാണ്. നമ്മൾ കടലിൽ കണ്ടല്ലോ വലിയ മീൻ, അതുപോലത്തെ വലിയ മീനൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള മീനുമൊക്കെയാണ്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ അതിൽ പിടിക്കാൻ കിട്ടുമെന്ന് വെച്ച് പിടിക്കാനൊക്കെ അനിയത്തിയുടെ മോളൊക്കെ പിടിക്കാനായിട്ടൊക്കെ നോക്കി. പക്ഷേങ്കിൽ അവർക്കറിയില്ലല്ലോ അത് പിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുത്തു പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. അവൾ കുഞ്ഞല്ലേ, അവൾക്കറിയില്ലല്ലോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അതിനകത്തിരുന്ന് നമുക്ക് ആസ്വദിച്ച് കണ്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണ്ട ഞങ്ങളിങ്ങനെ കണ്ട് പോവുകയാണ്. അപ്പം എത്രയും വൃത്തിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ വർണ്ണ കാഴ്ചകൾ ഞങ്ങൾ കണ്ടപ്പം നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ കാണിക്കണ്ടേ. അപ്പോൾ അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മീനുകളുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ക്യൂട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഇത്രയും ഭംഗിയായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് വെച്ചു. പക്ഷേ ആളുകൾ ഭയങ്കരമായതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും അങ്ങനെ വലുതായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പെട്ടെന്ന് എടുത്ത് പോകാൻ അവർ പറയുന്നത്, കാരണം അതുപോലെ ആളായിരുന്നു. പിന്നെ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ അത്യാവശ്യമൊക്കെ എടുത്തു. നല്ല രസമുണ്ട്. ഇതാണ് വർണ്ണക്കാഴ്ചയെന്ന് പറയുന്നത്, ഇത് തന്നെയാണ് വർണ്ണക്കാഴ്ചകൾ അല്ലേ. നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിലുള്ള മീനുകളൊക്കെ നമുക്ക് ഇത്രയും ഇതിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരിതല്ലേ. എന്തായാലും ഒരുപാട് രസമുണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തായിരുന്നു പോയി ഇത് കണ്ടത്.
അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്താ പറയുക, നമ്മുടെ ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്തവരുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇടയിലൂടെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ രീതിയിൽ ഒരു ചെറിയ വീഡിയോ എടുത്തിടാൻ പറ്റിയതുകൊണ്ട് എനിക്കത് വലിയ സന്തോഷമാണ്. എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുമ്പം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരത്തുള്ളൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലേ നമ്മൾ വീഡിയോകൾ ഇടുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ മീനുകളുടെ കാഴ്ചകൾ കണ്ട് പോവുക. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ടും പോകുന്ന കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെയൊക്കെ ഒന്ന് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾ മുഴുവനായും കണ്ടാലേ നമ്മൾക്ക് അതിന് പ്രയോജനം കിട്ടത്തുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത് നമ്മളിടുന്ന വീഡിയോകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വലിയ മീനുകളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നതെല്ലാം വലിയ വലിയ മീനുകളുണ്ട്, വലിയ മീനുകളാണ്. നല്ല രസമാണ് കാണാൻ. ഒരെണ്ണം പിടിച്ചാലോ എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഈ ചൂണ്ട ഇടിയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അനിയത്തി പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു, അയ്യോ ചേട്ടാ ചൂണ്ട എടുത്തിരുന്നെങ്കിൽ ഇതിനകത്തോട്ടിട്ട് മീനെ പിടിക്കാമായിരുന്നെന്ന് പറയുമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തോ ചെയ്യാനാണ്, എടുക്കേണ്ടതായിരുന്നു നമുക്കിട്ട് മീനെ പിടിക്കാനെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ആ തമാശകളും പോകുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ സൗണ്ട് നമ്മൾ അവിടുന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര ആളുണ്ട്. അപ്പം ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൗണ്ട് അവിടെ വെച്ച് ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നത്, നമുക്ക് അവിടെ വെച്ച് തന്നെ പറഞ്ഞൊക്കെ ഒന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് അത് പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മുതിർന്നില്ല. അതുകൊണ്ട് വലിയ മീൻ, അതേ നമ്മളെക്കാട്ടിലും വലിയ മീനൊക്കെയാണ്. ഇതൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്, ഒരു അത്ഭുത കാഴ്ചകൾ തന്നെയാണ്. കാരണം ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇത് വരുമോ എന്ന് അറിയില്ല. എന്നാലും ഇത് മിസ് ചെയ്യല്ലേ. കാണാൻ പറ്റുന്നവരെല്ലാം വന്ന് കാണണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൂടെ കൊണ്ടുവന്ന് കാണിക്കണം. അവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. അവർക്കും പിന്നീട് ഓർത്ത് വെക്കാൻ അവരുടെ ഓർമ്മയിലുള്ള കുറച്ച് നല്ല നല്ല ഓർമ്മകളാണിത്. അവർക്കും സ്കൂളുകളിൽ ചെന്ന് ടീച്ചേഴ്സിനോടും അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, ഞങ്ങൾ ഇന്ന പോലെ ഇന്നതൊക്കെ കണ്ടു എന്നൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ വരുമ്പം കഴിവതും നമ്മുടെ മക്കളെയൊക്കെ കൊണ്ട് കാണിക്കണം. അപ്പം ഞങ്ങളുടെ മക്കളെയൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചോദിച്ചു, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെ ചോദിച്ചും പറഞ്ഞു ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ലൈറ്റിങ്ങിൻ്റെ ഒരു ഇതും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളെല്ലാം ഇങ്ങനെ വരുക. അങ്ങനെ വേണ്ട അകത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇതായിരുന്നു. ഇനി നമ്മൾ നേരെ വെളിയിലോട്ട് വെളിയിലിറങ്ങിയപ്പോൾ മക്കൾക്കെല്ലാം ദാഹിക്കുന്നു. അപ്പോൾ പിന്നെ അവർ വെള്ളമൊക്കെ മേടിക്കാൻ പോയി. പിന്നെ വെളിയിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കയറി കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതാണ് എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം. ഇത് പതുക്കെ അവിടെ നിന്ന് സ്റ്റാർട്ടാകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തേലൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചെറിയൊരിതുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ കണ്ടപ്പോൾ അവർക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറാനൊന്നും നിന്നില്ല. പിന്നെ ബോട്ടിങ്ങിൻ്റെ കുഞ്ഞു മക്കൾക്കൊക്കെ കയറാൻ പറ്റിയ സംഭവങ്ങളൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ കേട്ടോ ഈ സാധനം തന്നെ എനിക്കത് കാണുമ്പം തന്നെ പേടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നേ വരെ അതിനകത്തൊന്നും കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. കുറച്ച് നാളും കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനകത്തൊക്കെ കയറിയാൽ ചിലപ്പോൾ ഞാൻ തലകറങ്ങി താഴെ വീഴും. അപ്പം കുഞ്ഞുമക്കളൊക്കെ ഇതുപോലെ ഉള്ള ഇതിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുങ്ങൾക്കങ്ങ് ഒരു പേടിയില്ല, കയറി അങ്ങ് ഇരുന്നു. എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ ഫ്ലവേഴ്സിൻ്റെയും പിന്നെ കുഞ്ഞൻ ചക്കയുടെ തൈകൾ അങ്ങനെയുള്ള കുറേ ഇരിക്കുന്നു. പിന്നെ കുറേ ചെടികൾ റോസ് അങ്ങനെയുള്ള കുറേ വെറൈറ്റി ചെടികളും ഒക്കെ ആയിട്ട് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെടികളുടെ വേറെ അല്ലാതെയും കുറേ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മൾ ഇത്ര മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നേരെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ബീച്ചിലോട്ട് പോയി. നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ ബീച്ചിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബീച്ചിലൊക്കെ പോയി ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ മക്കൾക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയെന്ന് പറയുമ്പോഴേ അവർക്ക് നേരെ ബീച്ചാണ്. അവർക്ക് ബീച്ചിൽ പോയാൽ മതി, വേറെ ഒന്നും വേണ്ട. അവർക്ക് ഇവിടെ വന്ന് തുള്ളി കളിക്കണം. അപ്പം ഞങ്ങൾ അനിയത്തിയുടെ അടുത്ത് വരുമ്പോൾ മാത്രമല്ലേ നമ്മളിവിടെ പോകാറുള്ളൂ. അത് നമ്മൾ എപ്പോഴും വരാറുമില്ല. മോൻ പാലിങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേനാണ് തിര വന്ന് അവൻ്റെ വായിലും മുഖത്തും എല്ലാം വെള്ളം അടിച്ച്. അത് പറഞ്ഞാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നത്. ആശാൻ കുളിച്ചാ പോകുന്നത്. പിന്നെ ഇവിടെ ബീച്ചിലോട്ടൊക്കെ വരുമ്പോൾ പിന്നെ ആ ഡ്രസ്സ് പിന്നെ ഇടാൻ കൊള്ളത്തില്ല. ആ വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞ് അങ്ങനെയുള്ള കളികളാണ് അവർക്ക്.
പിന്നെ ഇളയ അനിയത്തിയുടെ മോളും ഒട്ടും പുറമോട്ടല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോൾ അവൾക്ക് പേടിയായിരുന്നു ബീച്ചിലേ. ഇറക്കിയപ്പോഴത്തേനും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് ഒരു വിഷയമില്ല, ഓടിക്കളിച്ച് അവൾക്ക് അവിടോട്ടങ്ങ് അവളെ അങ്ങ് തുറന്നു വിട്ടാൽ മതി, ഞാൻ പോയി കളിച്ചിട്ട് വരാമെന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. കൈ വിട് കൈ വിടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് അറിയത്തില്ലല്ലോ വിട്ട് കഴിഞ്ഞാൽ എവിടോട്ട് പോകുമെന്നുള്ളത്. അവിടെ ഞങ്ങൾ മൂന്നിനെ ഇറുക്കി പിടിച്ചേക്കുമായിരുന്നു. കാരണം നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു, സന്ധ്യ മയങ്ങുമല്ലായിരുന്നു. അപ്പോൾ സൂര്യൻ, എൻ്റെ ഇളയ മോൻ പറയുന്ന പോലെ സൂര്യൻ കടലിൽ താഴാൻ പോവുക എന്നാണ് അവൻ പറയുന്നത്. എന്ന് പറയുന്ന പോലെ ആ ഒരു അസ്തമയ സമയമായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. കുറച്ച് നേരം നമ്മുടെ ഇത് പോകുന്നത് അറിയത്തില്ലായിരുന്നു. അപ്പം വേണ്ട ഞങ്ങൾ ബീച്ചിൽ കുറേ നേരമൊക്കെ ഇരുന്ന് മക്കളുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേർന്ന്. അവർക്ക് 3 പേർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പം നൈറ്റ് കണ്ടോ, സന്ധ്യയാകുമ്പോൾ ഉള്ള ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെയും ആളുകൾക്ക് ഒരു കുറവുമില്ല, ഇഷ്ടംപോലെ ആളുകളുണ്ട്. കുട്ടികളെല്ലാം വെള്ളത്തിൽ കിടന്ന് മറിയുമായിരുന്നു. അപ്പം വേണ്ട ഇന്നത്തെ ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോലെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ. അപ്പം നമ്മുടെ കടലിന് ടാറ്റയൊക്കെ പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.